ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂരുള്ള സൂ ആൻഡ് മ്യൂസിയത്തിലേക്കാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളവിടെ വന്നിട്ടുള്ളത്. ഒരു ഫംഗ്ഷന് വേണ്ടി തൃശ്ശൂർക്ക് വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഇവിടേക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ഞാൻ ഈ സൂവിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പേര് പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊന്ന് ഇങ്ങോട്ട് വരാമെന്നുള്ള ഒരു ഇതിലെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ അനിമൽസ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഇവരുടെ വേറൊരു സൂ അപ്പുറത്ത് തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്കറിയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കുഴപ്പമില്ല, ബെറ്റർ തന്നെ ആയിരുന്നു. പക്ഷേ കുറച്ച് മാത്രമേ അനിമൽസാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും തോനെ ആനിമൽസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. അങ്ങനെ നമ്മൾ കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇവിടെ നിന്നുള്ള കുറേ അനിമൽസിനെ അവർ പുതിയ സൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആക്ച്വലി ഞങ്ങൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോസും ക്ലിപ്സൊന്നും നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. കാരണം അവിടെ എത്തുമ്പോഴേ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോയത്, കാരണം കുറേ അടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ ഇവിടെ വീഡിയോ എടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിക്കറങ്ങി. സത്യം പറഞ്ഞാൽ നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറണം എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം എനിക്ക് ആനിമൽസിനോടുള്ളൊരു ക്രേസ് കാരണം നമ്മൾ ആനിമൽസിനൊക്കെ കണ്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ അത്രയും മാത്രം ആനിമൽസിനൊന്നും കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ മ്യൂസിയത്തിലേക്ക് കൂടി ഒന്ന് കയറി നോക്കാൻ വെച്ചിട്ടാണ് നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിവിടെ കുറേ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, നമ്മൾ ഓരോന്ന് കടന്ന് കാണുമ്പോഴും കാര്യങ്ങളൊക്കെ. കുറേ ആനിമൽസിനെ ഇവരിങ്ങനെ ഡമ്മി പോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ സെക്കൻഡായിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ടുള്ള സൂവിലേക്ക് കൂടിയും പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ കുറേ സ്പേസ് ഉണ്ട്, നമുക്ക് കുറേ നടന്ന് കാണാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ മരങ്ങൾ അങ്ങനെയൊക്കെ കുറേ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടത്തേനെക്കാട്ടി എനിക്ക് ഫീൽ ചെയ്തത് അവിടെ ആനിമൽസ് കുറവാണെന്നുള്ളതാണ്. കാരണം അവിടെ അധികം എന്താ പറയുക, ബേഡ്സ് കാര്യങ്ങൾ, പിന്നെ ടൈഗർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എനിക്ക് മേ ബി തോന്നുന്നു ഇവിടെ മ്യൂസിയം കൂടി ഇൻക്ലൂഡ് ആവണോണ്ടാണ് നമുക്കത് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാത്തെന്നുള്ളതാണ്. പക്ഷെ അവിടെ പോയപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ നേരെ ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ കുറേ ഇങ്ങനെ നടക്കുക എന്നുള്ളതല്ലാണ്ട് നമ്മളവിടെ വേറെ ഒന്നും അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാനല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ലൊരു സ്പേസാണ്. അവർക്ക് കുറച്ചുകൂടി സെറ്റായി കഴിഞ്ഞാൽ മേ ബി ഒന്നുകൂടെ അത് ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഓരോ കഥാപാത്രങ്ങളൊക്കെ അല്ലേ, അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കുറേ എഗ്ഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എഗ്സിൻ്റെ ഒരു സെക്ഷൻ മൊത്തം ഉണ്ടായിരുന്നു. അതായത് കിളികളുടെ, പാമ്പ്, അങ്ങനെയുള്ള കുറേ മുട്ടകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരവിടെ സ്നേക്കിൻ്റെ സ്കിന്നും ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക എത്ര വലിയ സ്കിന്നൊക്കെ പാമ്പിനുണ്ടോ എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ തന്നെ ഒരു ബേഡ്സിൻ്റെ ഒരു സെക്ഷൻ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയ ബേഡ്സ്, പിന്നെ അതുപോലെ തന്നെ വലിയ ബേഡ്സൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ വൈറ്റ് പീക്കോക്ക് അങ്ങനത്തെ ബേഡ് കൂടി അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടു പോയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. അത് കൂടാണ്ട് തന്നെ ഒരു ലോങ് വീഡിയോ കൂടിയാണ്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ ഇവിടെ ഷെയർ ചെയ്യുക.